ഓരോ യാത്ര ഓരോ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് യാത്ര പോകുന്നത് തന്നെ. ആ മലേൻ്റെ മേലേക്ക് നമ്മൾ ഈ വണ്ടിയായിട്ട് പോകുന്നു. ഒരു രക്ഷയിലോട്ടോ മച്ചാന്മാരെ. വൻ കാഴ്ചയാണ്. അങ്ങനെ റോഡ് അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഓഫ് റോഡിലേക്ക് കടക്കുകയാണ്. എന്തായാലും കയറി നോക്കാം. ഓഫ് റോഡാണ്, കട്ട ഓഫ് റോഡ്. ഓ മൈ ഗോഡ്, അത്രയും ഹൈറ്റിൽ മല ഉണ്ടെന്ന് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങള് അയ്യോടാ അതാ വീണ്. യെസ്, എന്താ സ്പൈഡർമാനാ എൻ്റെ മോനെ. കാട്ടിനുള്ളിൽ കൂടെ എക്സ്പ്ലോർ. വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലെത്തി നമ്മള്. കാട്ടിനുള്ളിലാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മോഡയോ. യെസ് ഗായ്സ്, ഇന്ന് നിൽക്കുന്നത് നമ്മളിതാ വയനാട് ചുരത്തിൻ്റെ മുകളിലാണ്. സെറ്റ് മുകളിലാണുള്ളത്. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ പോകുന്നതാണ്. രക്ഷയില്ല. ഏകദേശം ഇപ്പോൾ ഒരു 1 hour കഴിഞ്ഞു. 7 മണി ഏകദേശം ആവാനായി. അപ്പോൾ ഏകദേശം കണ്ടോ, നല്ല അടിപൊളി വ്യൂ. ഒരു രക്ഷയില്ല വെച്ചാൽ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വെച്ചാൽ ക്ലിയർ സ്കൈ ആണ്. കോടിയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. കാണുന്നുണ്ടോ എന്നറിയില്ല. ഇത് കൂടെ അങ്ങനെ വണ്ടിയൊക്കെ കയറ്റി കറങ്ങി തിരിഞ്ഞ് നമ്മളത് അവിടെ എത്തിയിരിക്കുന്നു. അപ്പം ആക്ച്വലി നമ്മൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് പാൽച്ചുരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. അത് ഇതേമാതിരി ചുരം കാണാൻ തന്നെയാണ്. സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ എത്തുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് എൻ്റെ കസിനാണ്, മിസ്റ്റർ അശ്വിൻ. അപ്പം ആളായിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് അപ്പോൾ ഒരു സ്പോട്ട് കണ്ടെത്തി. ഇവിടെ വയനാട്, കണ്ണൂർ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ, ഈ വെസ്റ്റേൺ ഗഡ്സിൻ്റെ പോലെ തന്നെ ഒരു സ്ഥലമാണ്. ഹായ് അച്ചു. അടിപൊളി, ആള് കൂളായിട്ട് നടന്നുപോയി. അപ്പോൾ കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് പാൽച്ചുരത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. ജസ്റ്റ് നമ്മളൊരു ഫ്രണ്ട് വരുൺ പറഞ്ഞിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് പോവുകയാണ്. പാൽച്ചുരം ജസ്റ്റ് ഒന്നുമില്ല, ഒരു ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു ചുരമാണെന്നാണ് പറഞ്ഞത്. പലരും കേട്ടിട്ടുണ്ടാവും ഈ വീഡിയോ കണ്ട ആൾക്കാരൊക്കെ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം നമ്മൾ അഡ്വഞ്ചറായിട്ട്. അപ്പോൾ ജസ്റ്റ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴികളൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് പോവാം. അങ്ങനെ ഗായ്സ്, ഇത് നമ്മളിതാ അങ്ങനെ ചുരം കയറി ഇത് വയനാടിൻ്റെ കവാടത്തിലേക്ക് കയറി പോകുന്നതാണ്. നല്ല കോടുണ്ട് അവിടെ. നല്ല കോട വെച്ചാൽ നല്ല കോട. അതേപോലെ തന്നെ കാറ്റും. വൈത്തിരിയാണ്. വൈത്തിരി നമ്മൾ നേരെ മാനന്തവാടി എന്നാണ് നമ്മൾ ലെഫ്റ്റ് എടുക്കുന്നത്. അവിടെ നേരെ നമ്മൾ തലശ്ശേരി റൂട്ടിലേക്ക് കയറി വരിക. അപ്പോൾ അവിടെയാണ് നമ്മൾ പറഞ്ഞ പാൽച്ചുരം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ജസ്റ്റ് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വെള്ളം മാത്രം കുടിച്ചിട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ജസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ജസ്റ്റ് പത്തിരിയും പൊറാട്ടയും കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു, നല്ല ഫുഡായിരുന്നു. നമ്മൾ ചെറിയൊരു ഫുഡ് അടിയിലാണ്. ബീഫുണ്ട്, ഇപ്രാവശ്യം സ്പെഷ്യലാണ്. പത്തിരി വിത്ത് ബീഫ് അടിപൊളിയായിട്ടാവും, രക്ഷയില്ല. ഇങ്ങനെ കൂട്ടിയിട്ട് പത്തിരീൻ്റെ ഇടയിൽ വെച്ചിട്ട് അതാണ്. അപ്പോൾ നേരെ നമ്മൾ ഇനി മാനന്തവാടി. അങ്ങനെ നമ്മളെ ഷമീജിനെ ഇവിടെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ മുനീശ്വര കുന്ന്, മൂപ്പരാൾ നമുക്കൊരു പുതിയ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ്ലി നമ്മളൊരു ചങ്ക് ബ്രോനെ നമ്മൾ കണ്ടുമുട്ടി. ഒരാൾ ഇങ്ങോട്ട് വന്നാണ് നമ്മളെ വണ്ടി നിർത്തിയത് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ നേരെ മൂപ്പരാളെ പിന്നാലെ പോവാണ്. പുതിയൊരു സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. പ്രത്യേകിച്ച് നമുക്ക് പ്ലാനുകളൊന്നുമില്ല. ജസ്റ്റ് നമ്മളെ മറ്റേ പാൽച്ചുരം കയറാൻ തന്നെയാണ്. അപ്പോൾ ഈ വഴി പോയാലും പാൽച്ചുരത്തിലേക്ക് എത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ നമ്മൾ ഷമീജിൻ്റെ ഒപ്പം നമ്മൾ വിടുന്നു. അങ്ങനെ നമ്മൾ മാനന്തവാടിയിലേക്ക് ഏകദേശം ഒരു 2-3 കിലോമീറ്ററിൻ്റെ അപ്പാട്ടാണ് നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഷമീജിനെ നമ്മൾ കണ്ടുമുട്ടിയത്. നമ്മളെ ഷമീജ് എന്ന് പറഞ്ഞത് നമ്മളെ ഫ്രണ്ടാണ്. നമ്മളപ്പം കുറേ ഓഫ് റോഡിനുണ്ട്. എൻ്റെ ചാനൽ നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം. 2-3 ഓഫ് റോഡിങ്ങിൽ ആളുണ്ട്. ആൾക്കൊരു ഹിമാലയനാണുള്ളത്. വർക്ക് പരമായിട്ട് മൂപ്പരാൾ ചെറിയ വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. മാനന്തവാടിയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾക്ക് പാൽച്ചുരം വരുന്നത്. ഇപ്പം അവിടുന്ന് കാണാൻ പറ്റുന്ന ഏതൊരു സ്ഥലം എന്നാണ്. കുറച്ച് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് നടന്ന് കയറാണ്ടെന്നൊക്കെയാണ് നമ്മളെ മച്ചാൻ പറയണത്. ആ വഴി കൂടെ, അതായത് സാധാരണ വഴി കൂടെ അല്ലാണ്ട് ഒരു ഓഫ് റോഡ് വഴി കൂടെ കൊണ്ടുപോകാമെന്നാണ് ഒരാൾ പറയണത്. മാനന്തവാടിയിൽ നിന്ന് കണ്ണൂർ റോഡിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മുനീശ്വര കുന്ന് എന്ന് പറഞ്ഞിട്ട്, മുനീശ്വരൻ കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്.
അതാ മൈസൂർ തലശ്ശേരി കണ്ടോ, ഈ റോഡാണ് പോകേണ്ടത് നമുക്ക്. തലശ്ശേരി ലെഫ്റ്റ് കണ്ടോ, അവിടെ ബോർഡിൽ തലശ്ശേരി ലെഫ്റ്റ് എന്നുള്ളത്. മൈസൂർ നേരെ അങ്ങോട്ട് പോകുന്നു. റൂട്ടുകളും റോഡുകളും ഒക്കെ നമുക്ക് എല്ലാതും എക്സ്പീരിയൻസാണ്. ഓരോ യാത്ര ഓരോ എക്സ്പീരിയൻസാണ്. ആ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് യാത്ര പോകുന്നത് തന്നെ. നമ്മളെ കണ്ണൂർ റോഡിൽ നിന്ന് കനിയാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ റൈറ്റ് എടുക്കുക ചെയ്ത്. കനിയാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു ചെറിയ കയറ്റൊക്കെ കയറി ഇങ്ങനെ പോകുന്ന പോലെയാണ്. ഷമീജ് പറഞ്ഞ പോലെ തന്നെ പല റോഡുകളുമില്ല, ഓഫർ റോഡാണ്, വേഗതി ഇല്ല, ഓട്ടയാണ് ഓട്ട. ആ ഇട്ടാ പൊളിക്കും. മുട്ടിയൊക്കെ ഇട്ടാ നമുക്ക് അടിപൊളി ട്രാക്ക് കിട്ടും കേട്ടോ. ആ അത് കൂടെ ഓടിച്ചങ്ങനെ പോവാ. മുട്ടിയൊക്കെ ഷമീജ് അടുത്ത ട്രാക്ക് ഇടുന്ന കാര്യമാണ് പറയണത്. അതായത് അതേ ആ കിടക്കണ ആ മലേൻ്റെ മേലേക്ക് നമ്മൾ ഈ വണ്ടിയായിട്ട് പോകുന്നു. അപ്പോൾ ഷമീജ് ഈ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ചെക്കന്മാരൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ വല്ല വഴിയുണ്ടോ അങ്ങോട്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നൈസായിരിക്കും അങ്ങനെ ഒരു ട്രാക്ക് ഇട്ടാൽ അതിൻ്റെ മുകളിൽ കൂടെ നമുക്കിങ്ങനെ പോയാൽ റൈറ്റ് ആയിരിക്കും ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ വഴിയിലൂടെ ഒന്നും കൂടി വരാൻ പറ്റട്ടെ എന്ന്. പിന്നെയും ഓഫ് റോഡ് റൈറ്റ് വഴി കൂടെയാണ് ഷമീജ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചാടിപ്പോയി, നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഷമീജ് എടുത്ത പോലെ. എന്നാൽ നമ്മൾ ബില്യനും കൂടി ഉണ്ടായതുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത പോലെ ആയിരിക്കില്ല വണ്ടി പോവുക. ബില്യൻ്റെ ആ ഒരു ചെറിയൊരു ചാഞ്ചാട്ടം എപ്പോഴും ഉണ്ടാകും വണ്ടിക്ക്. ഓയ് എന്താ രീതിക്കിന് തലപ്പുഴ ടൗൺ 5 കിലോമീറ്റർ അതിൽ പോയേക്കാം. ഓ കട്ട ഓഫ് റോഡ് ഇങ്ങോട്ട് തിരിഞ്ഞ പാടെ. ഇവിടെ ബാക്കത്തെ സൈഡ് റെയിൽ പിടിച്ചട്ടാ. ഓഹോ ഇവിടൊക്കെ ആൾക്കാർ കുടിയേറി പാർത്തല്ലേ. നൈസ്. കുടിയേറി പാർത്തല്ലേ. ഇവിടുന്ന് കുറെ പോകണ്ടോ? ആ പൊളി പൊളി. അവിടെ തല അവിടെ തലപ്പുഴയെന്നാണോ പിന്നെ നമുക്ക് മുൻഷിലേക്ക് വന്നത്? ഓക്കെ ഓക്കെ കേട്ടോ. അപ്പോൾ മച്ചാൻ കുറച്ച് ഉണ്ടാവുള്ളൂ. അവിടുന്ന് മൂപ്പരാളെ സൈറ്റിലേക്ക് വർക്കിന് പോണ മനുഷ്യനാട്ടോ. നമ്മളൊപ്പം റൈഡിന് വന്നു. അതാണ് ഡെഡിക്കേഷൻ. എന്താ പറയുക, വർക്കിനോടുള്ള ഡെഡിക്കേഷൻ അല്ല കേട്ടോ, ട്രിപ്പ് തലക്ക് കൂടി പ്രാന്തായ ആൾക്കാർക്ക് ഉള്ള ഡെഡിക്കേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. മൂപ്പരൊക്കെ ശരിക്കും ഇതെല്ലാം വഴി വേറൊരു വഴിയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടി ഇങ്ങനെ വന്ന് ഓഫ് റോഡും നമുക്ക് ഈ വഴിയൊക്കെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അടിപൊളി. അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകാമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ. ഫുൾ ഓഫ് റോഡാണ്. അയ്യോ ഫുൾ ഓഫ് റോഡാ. ശരിക്കും സത്യം പറഞ്ഞാൽ കാട് തന്നെ കേട്ടോ. മുകളിലേക്ക് നോക്കുമ്പോൾ ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ. ഒരാൾ പറഞ്ഞ കാര്യം ട്രൈബ്സാണ് ഫുള്ളുള്ളത്. അവിടെ നേരത്തെ വന്നുകൊണ്ടിരിക്കുമ്പോൾ 2-3 ആൾക്കാരെ ഞാൻ കണ്ടു. അതേപോലെ നമ്മളെ ക്യാമറ കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. നമ്മളിങ്ങനെ കയറി പോവുക കേട്ടോ. ആക്ച്വലി ഇങ്ങനെ ഒന്ന് കയറി പോവാണ്. തേയിലത്തോട്ടം. ഓ അങ്ങനെ റോഡ് അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഓഫ് റോഡിലേക്ക് കടക്കുകയാണ്. കട്ട് ഓഫ് റോഡ് തീർന്നിരിക്കുന്നു. ഇനി ഓഫ് റോഡ് മാത്രം. അടുത്ത ഓഫ് റോഡ് മേനിയൊക്കെ തന്നെയാണ്. ഓൻ്റെ വണ്ടിയെ ഹിമാലയനാണ്. ഓൻ്റെ മൈൻഡ് എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. ആള് വൈഫിൻ്റെ വണ്ടി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. വർക്കിന് പോവുക. നമ്മളെ മച്ചാൻ ഷമീജ് ബ്രോ ഇവിടെ വരെ ഉള്ളു. അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെയും ട്രാക്കിലേക്ക്. ഓക്കെ വിടട്ടെ. ബൈ പവർ കേട്ടെ. അപ്പോൾ എന്നാൽ ബൈ. ചെറിയ വണ്ടിയല്ല വിഷയം, നമ്മളെ മൈൻഡാണ്. ഏത് വണ്ടി ആയാലും ഒരു കുഴപ്പമില്ല, നമ്മളെ മൈൻഡാണ് പോവുക വരിക എന്നുള്ളത്. വണ്ടിയല്ല വിഷയം. കാരണം അതിപ്പോൾ ഓഫ് റോഡ് അടിക്കുന്നതിന്
വലിയ ഓഫ് റോഡ് വണ്ടി വേണമെന്നോ എക്സ്പോൾസോ ഹിമാലയനോ അതേമാതിരി ഈ അഡ്വഞ്ചർ വേണമെന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? ജസ്റ്റ് നമ്മളെ മൈൻഡ് ഉണ്ടാവുക, ഇതിൽ കൂടെ പോവുകയാണെന്നുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടാവുക, പോവുക. അതിപ്പോൾ അതാണ്ടല്ലേ ഗിയർലെസ് ആയിട്ടുള്ള വണ്ടിയിൽ വരെ മൂപ്പരാൾ ഓഫ് റോഡ് വന്നു. പിന്നെ കംഫേർട്ടാണ് ആക്ച്വലി. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫ് റോഡ് പോകുമ്പോൾ ഈ വണ്ടി പോകുമ്പോൾ കുറച്ചും കൂടി കംഫേർട്ടാണ്. പക്ഷേ ആ ചെറിയ വണ്ടി പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മൾ മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് നമുക്ക് ഒരു നല്ല ട്രിപ്പും ഒരു യാത്രയും കിട്ടുന്നതായിരിക്കും, എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. ഒരു ഇല പോലും ഇല്ലാത്ത മരം. നല്ല അടിപൊളിയായിട്ടോ. ഇതൊക്കെ തൈലത്തോട്ടാണ്. വയനാട് ഇങ്ങനത്തെ ഒരു പ്ലേസ് ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്ന തന്നെ ഇപ്പോഴാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് വയനാട് നമുക്കറിയാത്തത്, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന. അടിപൊളിയാട്ടോ, ഒരു രക്ഷയിലോട്ടോ മച്ചാന്മാരെ. വൻ കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. മലകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളിത് കൂടെ വരുമ്പോൾ കാണാൻ പറ്റുന്നത്. കാരണം നല്ല രസമാണ്. അങ്ങനെ ഇവിടെ ഒരു മല, അപ്പുറത്തൊരു മല, അതിൻ്റെ അപ്പുറത്തൊരു മല, അങ്ങനെ മരങ്ങൾ. ഷമീജ് പറയുന്നത് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര, ഈ കുഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര കോടയായിരിക്കും എന്നാണ് പറഞ്ഞത് ഷമീജ്. അവിടുന്ന് എത്ര ഉണ്ടറാനി? 1.7 കിലോമീറ്റർ. ഒരു 1.5 കിലോമീറ്ററും കൂടി ഉണ്ട് നമുക്ക് ഇവിടുന്ന് പോവാൻ. ഇവിടുന്ന് റൈറ്റാ? ഉറപ്പാ? റോഡ് വളരെയധികം പരിതാപകരമാണ്. ഫുള്ള് ചെറിയ ചെറിയ കല്ലുകളാണ്. സ്കിഡാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പില്ലി ഉണ്ടായതുകൊണ്ട് കുറച്ച് ഗുണമാണ്, കാരണം കുറച്ചുകൂടി പ്ലാന്റഡ് ആയിരിക്കും ടയർ. പുരീശ്വരം കുന്ന് വ്യൂ പോയിന്റിലേക്കുള്ള വഴിയും കവാടൊക്കെ കഴിഞ്ഞു ഗൈസ്. രണ്ട് സൈഡും നല്ല കട്ടക്കുള്ള തേയിലത്തോട്ടം. കുറച്ച് വിട്ടിട്ടായിരുന്നു നേരത്തെ തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇവിടെയും തേയിലത്തോട്ടം, എവിടെയും തേയിലത്തോട്ടം. നമ്മളിങ്ങനെ മെല്ലെ കയറി വെക്കാം. മൈ ഗോഡ്, നല്ല റോഡ് ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്നു. ബാക്കിൽ പില്ലി ഉണ്ടായതുകൊണ്ട് നല്ല പ്ലാന്റഡാണ് വണ്ടി. എന്തായാലും കയറി നോക്കാം. ഓഫ് റോഡാണ്, കട്ട ഓഫ് റോഡ്. മറ്റേ കട്ട പ്ലാന്റഡാട്ടോ വണ്ടി. സത്യം പറഞ്ഞാൽ രണ്ടാളിരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട് ബാക്കിലത്തെ ടയറിന്. ലൂസ് സാൻഡാണ് ആക്ച്വലി, മണ്ണാണ് ഇവിടെ. കാരണം നമ്മൾ കാല് വെക്കുമ്പോൾ തന്നെ അങ്ങനെ സ്കിഡായി അവിടെ ഞാൻ അപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും നല്ല ട്രാക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ടയറിന്. ഇവിടെ ഫോൺ അടിച്ച് തരും ആദ്യം വരികയാണെങ്കിലോ. ഗൈസ് നമ്മളിതാ ഒരു കുന്നിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെയുള്ള റൂട്ടിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്നതാണ്. അവിടെ അന്യവാഹനങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുവരെ പോകുന്നൊന്നും വലിയ പിടുത്തില്ല. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാലോ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ലെഫ്റ്റ് എടുക്കുന്നില്ല, പിന്നെ റൈറ്റ് തന്നെ എടുക്കുകയാണ് നമ്മൾ. ഓ മൈ ഗോഡ്, എൻ്റെ മോനെ, പൊളി സ്ഥലം, എജാതി സ്ഥലടാ. മുട്ടക്കുന്നില്ലേ? നമ്മളവിടുന്ന് വരുമ്പോൾ അങ്ങനെ മല അടുത്താട്ടോ. അടുത്തേക്ക് പോകുമ്പോൾ മല ദൂരത്തേക്ക് പോവാ. എനിക്കറിയില്ല മൊത്തമായിട്ട് എങ്ങോട്ടാന്ന്. എനിക്ക് തോന്നുന്നത് ഇതുവരെ ഉള്ളു വഴി, അങ്ങോട്ട് വഴിയില്ല. അങ്ങോട്ട് കയറി വരുന്ന വഴിയാവുന്നുണ്ട്. ഇത് ഫുള്ള് പുൽത്തൈലത്തിൻ്റെ ചെടികളാണ്. നല്ല പുൽത്തൈലത്തിൻ്റെ മണമുണ്ട്. ഞാൻ എൻ്റെ പില്ലിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ പോകുന്നതാണ്. ഇതുവരെ റോഡുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മാക്സിമം നമ്മൾ ഓഫ് റോഡ് കൂടെ അങ്ങനെ ഉണ്ട് പോര് തന്നെ.
എവിടെ എത്തുന്നൊന്നും അറിയില്ല. ആക്ച്വലി അവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്. ജസ്റ്റ് ഞാൻ ചുമ്മാ ഹില്ലെല്ലാം ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഞാൻ ഇത് കൂടെ റൈഡ് അടിച്ചാണ്. അശോകേട്ടാ ടയറ് സ്കിഡായി പോയി. അവിടെ ഒന്നുമില്ലടാ, അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ക്ലോസ്ഡാ. പിന്നെ അങ്ങനെ കയറി പോകാൻ പറ്റുമോന്ന് അറിയില്ല, വണ്ടി തിരിക്കാൻ ആരും ഇല്ലെങ്കിലോ എന്ന് വെച്ചിട്ടാ. എന്ത് സ്കിഡായതോ? പേടിച്ചാ ഞാൻ കേറി. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ റോഡിൻ്റെ അവസാനം വരെ നമ്മൾ പോയി. മുനീശ്വര കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ഇതാണ് ആ കുന്ന്. അവിടേക്ക് പോകാൻ വല്ല ബൈക്കിന് വല്ല മാർഗമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല. ഉണ്ട്, നമുക്ക് വഴി ഉണ്ടാക്കി പോകേണ്ടി വരും. പക്ഷേ അത് കറക്റ്റ് വഴി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് തിരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. നമ്മളാ മറ്റേ ഒരു ഓഫ് റോഡ് ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോയേനെ. നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥയാണത്. മുനീശ്വര കുന്ന് ഇക്കോ ടൂറിസം സെൻ്റർ, പ്രവേശന പാസ് രാവിലെ 8 മണി മുതൽ 5 മണി. പാസ് എവിടെ ചേട്ടാ? ഇവിടെ തന്നെ. അയ്യോ, ചോക്കൊന്നും അടിക്കില്ലല്ലോ. ഞാനതാ വിട്ടെന്ന് ഇങ്ങനെ നിന്ന്. ഇതൊക്കെ എന്താ ശരിക്കും ക്യാമ്പിങ് ആണോ? കൊടുക്കുന്നില്ല. ഇത് നിങ്ങൾ ഓഫീസാക്കി വയ്ക്കാം. ഓക്കെ ഓക്കെ. ബൈക്കിന് പോകാൻ പറ്റുമോ? നടന്നു പോയാ? വേറെ വഴിയില്ല. എന്താ ഉള്ളത് കാണാൻ? ഓ, ഇതാണ് വഴി. അത് ശരി, അത്രേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ഒന്നുമില്ലല്ലേ? ഇപ്പൊ വെയിൽ വന്നോണ്ട് പ്രത്യേകിച്ചൊന്നും. ഓഹോ ഹോ ഓ കോട കാണാനാണ് ആക്ച്വലി. പിന്നെ അത്യാവശ്യം നല്ലൊരു കാറ്റുണ്ട്. ഇവിടെ പോയാൽ അതേപോലെ തന്നെ ആ സൈഡുള്ള ഒക്കത്തിന് 45 റുപ്യ ഒരാൾക്ക് എന്നുള്ള രൂപത്തിലാണ്. ഇവിടെ പ്രവേശന സമയം 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഇപ്പോൾ രാവിലെ എല്ലാവരോടും വരാനാണ് പറയുന്നത്. നല്ല വ്യൂവും. പക്ഷേ ഇവിടെ ഇപ്പോൾ നല്ല വെയിലായിരിക്കുന്നു. അപ്പോൾ ഈ വെയിലത്ത് നമ്മൾ മുട്ടക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മളാകെ കരിഞ്ഞ് ഉണങ്ങിപ്പോവും അല്ലേ? നമ്മളതിൽ ഒന്നാമത് വെള്ളവും കൂടി ഇല്ല. ട്രക്കിങ്ങിന് പോകുമ്പോൾ മെയിനായിട്ട് നമുക്ക് വെള്ളം വേണം. വെള്ളമില്ല നമ്മളതിൽ. അല്ല, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ മുനീശ്വര വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയും. 2 സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 45 രൂപ ഒരാൾക്ക് പെർ ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് എന്ന് പറയാം. അത്യാവശ്യം പൈസ ഉണ്ട്. ഇവിടെ പണി നടക്കുന്നുള്ളൂ. ഇതൊരു ടൂറിസമായി മാറുന്നുള്ളൂ. വയനാട്ടിലെ നല്ല സ്ഥലമാണ്. അതായത് ഒരു കുന്നിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ള കുന്നുകളും നല്ലൊരു ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആക്ച്വലി ആ സ്ഥലത്ത് എടുത്ത് പോയി കഴിഞ്ഞാൽ, കാരണം നമുക്ക് പറ്റുന്നാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കി നോക്കാം. നല്ല താഴ്ചയാണ്. നമ്മളതിൽ കൂടെ റോഡൊക്കെ കാണുന്നുണ്ട് വരുന്നതൊക്കെ. ഒരു നല്ല ടീ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. കണ്ടോ, അവിടെയാണ് നമ്മൾ പോയി കാണാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒരു കുറച്ചും കൂടി ഹൈറ്റുള്ള സ്ഥലം, നമുക്ക് കുറച്ചും കൂടി വ്യൂ കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. എന്തായാലും നമുക്ക് ഒന്നുകൂടി ഇവിടേക്ക് വരാം. അവിടെ ചെക്കന്മാരൊക്കെ ഉണ്ട്. ഇത് കൂടെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന സ്ഥലത്തെത്തും. പോയി നോക്കണം. നമുക്ക് അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അവിടെ. അത് കൂടെ എന്തായാലും ഇത് കൂടെ ഒരു വഴി കണ്ടു. നമ്മൾ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും അറിയില്ല. അത് അവരെ ഏരിയ അല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് പൈസ ഒന്നും വാങ്ങും തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ പോയിട്ട് എന്തായാലും നമ്മൾ ഇവിടെ എത്തിയല്ലേ, എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കണ്ടോ, ഇതിനൊക്കെ പുൽത്തൈലത്തിൻ്റെ മണമുണ്ട്. ഏകദേശം ഇതാ കുറച്ച് ഹൈറ്റിലേക്ക് നമ്മൾ എത്തി. എന്തായാലും എന്താ അടിപൊളി സ്ഥലം. എന്തായാലും ആ ഒരു കുന്നിൻ്റെ അതേ ഹൈറ്റിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. അവിടെ പൈസ എത്തു തരണം. അവിടെ പൈസ കൊടുക്കാതെ അവിടെ എത്തിയാണ്. ഇവിടേക്ക് കയറുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ബ്രോ. അത് 45 റുപ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറാൻ. ഇവിടേക്ക് കയറാനും പൈസ ആണെന്ന് പറഞ്ഞു. ആണോ? എവിടെ? ഇതിൽ കൂടെ കയറിയാൽ
ഹാ 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 ഓഹോ ആ മലകൾ കാണാൻ പറ്റില്ല അപ്പുറത്തുള്ള. ഓ താങ്ക് യു ബ്രോ, താങ്ക്സ്. നമ്മൾ കുറച്ച് ചങ്ങായിമാരെ നമ്മൾ കണ്ട് നമ്മളൊരു ഹൈറ്റിലെത്തി. നല്ല തണുത്ത കാറ്റ്, ചെറിയ പുൽത്തൈലത്തിൻ്റെ മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി പവർ സ്ഥലം, പവർ സ്ഥലം. വീടില്ല കൊക്കേട്ടോ, പേടിക്കണ്ട. ഇവിടെ വരെ കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ നല്ല അങ്ങൊരു സ്റ്റീപ്പാണ്. ഗൈസ് ഇങ്ങനെ ഇതുവരെ ചുമ്മാ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ അടിപൊളിയാണ്. കാര്യങ്ങളായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, കുറേ ദൂരത്തോളം നമുക്ക് നോക്കിയിരിക്കാം. ഇത് ഒരു മലയുടെ ടോപ്പാണ്, ഒരു കോട നിറഞ്ഞിങ്ങനെ കിടന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. ശരിക്കും മല അവിടെ കാണാൻ പറ്റും, അത്രയും ഹൈറ്റിൽ മല ഉണ്ടെന്ന് മനസ്സിലാക്കണം. കേട്ടോ, ഇത് കഴിഞ്ഞാൽ അത്രയും ദൂരത്തേക്ക് ഇത് കോട ആയതുകൊണ്ടാണ്, ഈ ഒരു ഏരിയ കോട ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ആ മലേൻ്റെ ടോപ്പാണ്. അവർ പറയണത്, നാട്ടുകാർ പറയണത് എന്താണെന്ന് വെച്ചാൽ അത് മാഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അടിപൊളി. എനിവേ ആക്ച്വലി ഗൈസ് അതൊക്കെ വെസ്റ്റേൺ ഗഡ്സാണ്, വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ വന്ന പോലെയല്ല, നല്ല അടിപൊളി ഇറക്കാണ്. ബാക്കത്തെ ടയർ കടന്ന് സ്കിഡ് ആവാണ് ആക്ച്വലി. വെറും ഫ്രണ്ടത്തെ ബ്രേക്ക്, ബാക്കത്തെ ബ്രേക്ക് പിടിച്ചാൽ ടയർ ബാക്കത്തെ ഇങ്ങനെ നിന്ന് പോവാണ്. ഞാൻ ആക്ച്വലി ഓഫ് റോഡ് മോഡൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ബാക്കത്തെ ABS ഓഫ് ആവും, എന്നാലും രക്ഷയില്ല. മാരക സ്റ്റീപ്പാണ് വെച്ചാൽ മാരക സ്റ്റീപ്പാണ്. ഭയങ്കര എന്താ പറയുക, ഈ മണലിൻ്റെ കുഴപ്പമാണ്. കാരണം ഭയങ്കര ഇതാണ്, പൊടി മണൽ പോലത്തെയാണ്. എന്താ ബാക്കത്തെ ടയർ സ്റ്റെക്കായിട്ട് പോവാണ്, ഒരു രക്ഷയില്ല. ബാക്കത്തെ ബ്രേക്ക് ഞാൻ ഫുള്ള് പിടിച്ചിരിക്കുക ഗൈസ്, അതിലാണ് ഇങ്ങനെ പോകുന്നത്. ഫസ്റ്റ് ഗിയറിലാണ് ഉള്ളത്. ബാക്കത്തെ ബ്രേക്ക് പിടിച്ചിട്ട് അടിപൊളി ഇറക്കുന്ന വെച്ചാൽ അടിപൊളി ഇറക്കാണ്. നമുക്ക് ബാക്കത്തെ മച്ചാൻ അടി പാൽച്ചുരം അങ്ങോട്ടാണ് ഗൈസ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ബോയ്സ് ടൗണിലെത്തി. ജസ്റ്റ് ഒരു കട വന്നപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് അങ്ങോട്ട് തിരിയാനുള്ളത്. ഇത് നേരെ കണ്ണൂരിക്ക് പോകുന്ന വഴിയാണ്. അവിടെ നമുക്ക് ബോർഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ബോർഡ് വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിൽ കൂടെയാണ് പോകേണ്ടത് എന്നുള്ളത്. ജസ്റ്റ് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇരിട്ടി 42 കിലോമീറ്റർ, കണ്ണൂർ ആ വഴിയാണ് നമ്മൾ പോകേണ്ടത്. ഇരിട്ടി കൊട്ടിയൂർ റൂട്ടാണിത്. കൊട്ടിയൂർ 10 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. ഇതിൽ കൂടെയാണ് പാൽച്ചുരത്തേക്ക് പോകേണ്ടത്. അപ്പോൾ അതാണ് ബോയ്സ് ടൗൺ. അവിടെ നിന്നാണ് നമുക്ക് റൈറ്റ് എടുക്കേണ്ടത്. റോഡ് അത്ര ഒരു സുഖകരമല്ലാത്തൊരു റോഡാണ് ആക്ച്വലി. ഇപ്പോൾ വന്ന റോഡ് നല്ല റോഡായിരുന്നു, അതാണ് ഞാൻ പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ. അപ്പോൾ ജസ്റ്റ് ക്രോസ് ചെയ്ത് പോയപ്പോൾ ഞാൻ ബോർഡ് കണ്ട് ഇരിട്ടി എന്നുള്ളത്. ഏകദേശം ഒരു രൂപരേഖ വെച്ചിട്ടാണ് ഞാൻ നമ്മൾ പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ വെച്ച്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ആ കടേൻ്റെ മുന്നിൽ വന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ബോയ്സ് ടൗൺ എന്നുള്ളത്. വളരെ ചെറിയ റോഡാണ്. കുരങ്ങന്മാർ ഇതിനെന്താ പറയുക, ഓ ഇതാക്കണ് കാരണം അമ്മ എല്ലാ ടീമുകളും ഉണ്ട്. കുഞ്ഞുങ്ങൾ അയ്യോടാ അതാണ്. നമ്മൾ ഈ പാൽച്ചുരം ഇറങ്ങുക ചെയ്യുന്നത്, കയറല്ല. കാരണം അവിടുന്ന് ഇരിട്ടി ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് കയറി വരിക. അവർ 4 എയർപിൻ വളവുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അത് കുത്തനുള്ളത് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇറക്കാണ് ആക്ച്വലി ഇവിടുന്ന് പോകുമ്പോൾ. അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ പോകുന്നത്. ഇവിടെ നല്ല ഇറക്കം തുടങ്ങി, നല്ല ഇറക്കമാണ്, സ്റ്റീപ്പാണ്. അവിടെ അതെല്ലാവരും പതുക്കെ പോകുന്നതാണ്. നല്ല ഇറക്കം എന്ന് വെച്ചാൽ നല്ല ഇറക്കം, അത്യാവശ്യം നല്ല ഇറക്കമാണ്. കണ്ടോ, അടിപൊളി കേട്ടോ. ഈ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. കണ്ടോ, കുറേ മലകളും കാര്യങ്ങളൊക്കെ ഉള്ള റോഡ്. അത്ര കൊള്ളൂല ഗൈസ് സത്യം പറഞ്ഞാൽ. നല്ല ഇറക്കം എന്ന് വെച്ചാൽ നല്ല ഇറക്കമാണ്. ഇത് കയറി വരാനാണ് ബുദ്ധിമുട്ട് ആക്ച്വലി. നല്ല വല്ല ലോറികൾക്കൊക്കെ ആണെങ്കിൽ വലിച്ച് കയറ്റി വരണം. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റുകാർക്ക് കയറി വരാനൊരു വഴിയാണിത് ആക്ച്വലി. അതായത് ഇരിട്ടി ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് വയനാട്ടിലേക്ക് കയറി വരാനുള്ളൊരു വഴിയാണിത് ഒന്ന്. പിന്നെ ഉള്ളത് നമ്മളെ കുറ്റ്യാടി ചുരം, പിന്നെ ഉള്ളത് നമ്മളെ വയനാട് ചുരം. ഇത്രയും ചുരം കയറിയിട്ടാണ് നമുക്ക് വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് എത്താൻ പറ്റുക. നമ്മൾ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോടുള്ള ആൾക്കാർക്ക്, കാസർഗോഡുള്ള ആൾക്കാർക്കൊക്കെ ഈ വഴിയാണ് നമുക്ക് വയനാട്ടിലേക്ക് എത്തിച്ചേരാനുള്ള വഴി.
രസമാട്ടോ, അടിപൊളി. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് എന്തായാലും അവിടേക്കൊന്ന് വണ്ടി ഇറക്കി നോക്കാം. നമ്മളെ തൊട്ടടുത്ത് നല്ല അടിപൊളി മല, പച്ചപ്പുള്ള മല. അത് നല്ല അടിപൊളി കാടാണ്, ഒരു രക്ഷയില്ല. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. അതേമാതിരി ഇവിടെയൊക്കെ ഭയങ്കര വൃത്തിയോടാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നിട്ട് ഫുള്ള് വേസ്റ്റ് കാര്യങ്ങളൊക്കെ തള്ളിയിട്ട് കുറേ കള്ളുകൂപ്പിയും പ്ലാസ്റ്റിക് കുപ്പിയും വേസ്റ്റും അതും ഇതൊക്കെ നമ്മളെ നാടിൻ്റെ വനത്തിനെ കേടി വരുത്താണ് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പ്ലാസ്റ്റിക് വെച്ച് ഇട്ടിട്ട്. കാരണം ഒന്നാമത് നല്ല താഴ്ചയുണ്ട്, അവിടെ നിന്നും പോയിട്ട് ആർക്കും എടുക്കാനും പറ്റില്ല. പിന്നെ കുറേ ആൾക്കാർ വേസ്റ്റും തള്ളിയിട്ടുണ്ട്. അതായത് നൈസ് കേട്ടോ. ആക്ച്വലി ആ ഒരു 2 മലകളാണ്. ആ മലേൻ്റെ ഇടയിലൊരു ചെറിയ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ചെറിയ ഇത് കൂടെ അടിയിൽ കൂടെ ഒരു അരുവി ഒഴുകുന്നൊരു ചെറിയ സൗണ്ടും കേൾക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അടുത്തൊരു സ്ഥലത്തേക്ക് പോയി നോക്കാം എന്താണെന്നുള്ളത്. അതായത് കണ്ട ഒരു കല്ലുണ്ടായതുകൊണ്ട് ഈ കാലെത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ട തള്ളവരലിൻ്റെ തറ്റം മാത്രം തട്ടാൻ പറ്റുന്നുള്ളൂ. ഒരു ലോറി കഷ്ടപ്പെട്ട് കയറി വരുന്നുണ്ട്. ഫസ്റ്റ് ഗിയറിലിട്ടിട്ടാണ് ഇറക്കണത്. എന്താ ഫുൾ ലോഡഡാണ്. എൻ്റെ മോനെ KSRTC മാനന്തവാടി KSRTC. എന്തായാലും ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം കിട്ടി. എന്നാൽ 2 ലൈം സോഡ പറയും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് 2 ലൈം സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ലൈം സോഡ അടിക്കുന്ന ആളോട് ചോദിച്ചു നോക്കാം. പൾച്ചറെന്ന് പറയണത് ഇവിടുന്ന് താത്തിക്കുണ്ടോ? 2 കിലോമീറ്റർ അങ്ങോട്ട്. ഹെയർ പിൻ വേണ്ടി ഇത്രേ ഉള്ളൂ. അത് ശരി. ഇനി കുത്തനെയാ കഴിഞ്ഞു. ഈ സ്ഥലത്തിന് എന്താ പറയാ? ആശ്രമം. ഈ റോഡ് നേരെ ശരിക്കും എവിടെയാ ചെല്ലണേ? ഇരിട്ടി തലശ്ശേരി കണ്ണൂർ അല്ലേ? ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അത് കണ്ടല്ലോ, അതെവിടെയാ? വണ്ടിക്ക് പോവോ? ബൈക്ക് പോവോ? അങ്ങനെ നമ്മളൊരു ലൈം സോഡ കുടിക്കുകയാണ്. ചെറിയൊരു ദാഹമുണ്ട്, ആ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെടാ മനസ്സിലേ ഒരു പുത്തൻ ഉണർവ് കിട്ടില്ലേ? ചിയേഴ്സ്. ഞാൻ ഹെൽമെറ്റൊക്കെ കൂരിയിട്ട് ഒന്ന് കുടിക്കട്ടെ. കണ്ടിട്ട് കൊതിയാവും. നമുക്ക് ഇവിടുന്ന് ഒരു പാൽച്ചുരം വാട്ടർഫാൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വെള്ളച്ചാട്ടം കുറവാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മളിവിടെ എത്തിയിട്ട് പാൽച്ചുരം വാട്ടർഫാൾസ് കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട് എന്ന് പറയണ്ടേ. അപ്പോൾ ചേട്ടായി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത്തനുള്ള ഇറക്കം ഇത് മാത്രമേ ഉള്ളൂ എന്നാ. ഇവിടുന്ന് ഇനി എയർപിൻ വളവുകളാണെന്നാണ് പറഞ്ഞത്. ഇറക്കം തന്നെയാണ്, പക്ഷെ കുത്തനുള്ള ഇറക്കം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ അവിടുന്ന് വന്ന് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടാണ് ഈ തട്ടുകടേൻ്റെ സൈഡിൽ കൂടെ ഉള്ള ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡ്. ഓഫ് റോഡ് പിന്നെ ഓഫ് റോഡ് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഓഫ് റോഡ് കയറി നോക്കാം. നമ്മളെ ബാക്കത്തെ ബ്രേക്ക് ലോക്കാവുന്നുണ്ട്. എൻ്റെ മോനെ JCB വെച്ച് മാന്തിയിട്ട് ഉണ്ടാക്കിയ റോഡാണ് ഇതൊക്കെ. ഇപ്പം നമ്മൾ ഇറങ്ങിയത് ഇറക്കാണ്, കുറച്ച് കയറ്റും. സ്റ്റീപ്പ് ഇറക്കും. വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കിട്ടില്ലേ? ഇത് കൂടെ അതിൽ കൂടെ മുകളിലേക്ക് കയറി പോവാം. അതാ കയറി പോണ്ട്. നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ കിടക്കണു. അതാ അവൻ കയറിപ്പോയ വഴിയാണ്. ഷോക്ക് ഫെൻസ് പടച്ചോനെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഷോക്കൊക്കെ ഉണ്ടാവും. നിന്ന നിപ്പിൽ പട്ടി പോവും ചിലപ്പോൾ. അച്ഛൻ എന്താ അവസ്ഥ? അവിടെ വെച്ചാ ഇത് കൂടെ വഴിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയത്. അയ്യോ അച്ഛൻ ശ്രദ്ധിച്ചേ. വടിയൊക്കെ ഉണ്ടല്ലേ? കയറി. യെസ്. എന്താ സ്പൈഡർമാനാ? നിക്കട എല്ലാം കൂടി കൂട്ടിയിട്ട് പോടാ. സ്പൈഡർമാൻ കയറി വെച്ചിട്ട് കയറണം കേട്ടോ. എൻ്റെ മോൻ കാട്ടിനുള്ളിൽ കൂടെ എക്സ്പ്ലോർ, അൺഎക്സ്പെക്റ്റഡ് എക്സ്പ്ലോർ. ചെറിയ ചെറിയ സൂര്യൻ്റെ വെളിച്ചങ്ങളൊക്കെ അങ്ങനെ അടിക്കുന്നുണ്ട്. എത്തിയോ? എത്തി മോൻ.
വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലെത്തി നമ്മൾ. പ്രതീക്ഷിക്കാത്തൊരു വെള്ളച്ചാട്ടത്തിലെത്തി. ഓ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അവിടുന്ന് വെള്ളച്ചാടി വരുന്നതാണ്. ഇതിൽ കൂടി വരുന്നുണ്ട്, ഇതും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ. ഓടി ഫ്രഷ് ആവാൻ നമ്മൾ റെഡിയായി. എന്തായാലും ചെറുതായിട്ടൊന്ന് നനച്ചു നോക്കാം. ഓ എൻ്റെ പൊന്നു മുടിഞ്ഞ തണുപ്പ്. ആള് സെറ്റായി. ഒരു കാടിൻ്റെ നടുവിൽ അപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്നു, ഫ്രഷ് ആവുന്നു, ഡ്രസ്സ് മാറ്റുന്നു, പോകുന്നു. ഒരു 10-20 മിനിറ്റ് 20 മിനിറ്റ്സ് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഒരു രക്ഷയില്ലാത്ത കാട്ടിനുള്ളിലാണ്. ഒരു അടാറ് നാട്. ആദ്യമായി ട്രിപ്പിന് വന്ന ഇവനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. അഡ്വഞ്ചറസ് ലൈഫ്. ട്രൗസർ ഊരിപ്പോ എന്റെ ട്രൗസർ 2-3 വട്ടം ഊരിപ്പോയി വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം. നമ്മളീ വെള്ളച്ചാട്ടം കാര്യത്തിൽ നിന്നൊക്കെ നമ്മളിവിടെ തിരിക്കുകയാണത്. കൂടെ ഇങ്ങനെ കയറി പോകണം. ഒരു നേരെ താഴത്തിൽ കൂടെ ഇറങ്ങണം. അപ്പോൾ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം. ഫുഡും കാടിൻ്റെ ഇടയിൽ കൂടി അപ്പം നമ്മൾ നടന്നു വരുന്നത്. എന്താ അവസ്ഥ എന്നൊരു പിടുത്തില്ല സത്യം പറഞ്ഞിട്ടോ. എന്തായാലും നമുക്ക് നോക്കിയൊക്കെ നമുക്ക് ആവേശത്തിൻ്റെ പുറത്ത് അങ്ങോട്ട് കയറി വന്നത്. നോക്കിയൊക്കെ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റുമെന്നൊരു വഴിയൊന്നും ഓർമ്മയില്ല. ചെറിയൊരു വഴി നമ്മളെ മുന്നിലുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ പോവുകയാണ്. കൂടെ ഒരു വഴി കാണണ്ടല്ലേ. കൂടെ അങ്ങോട്ട് മുകളിൽ കിട്ടുമെന്ന് അറിയില്ല. നല്ല ഇറക്കാണ് കേട്ടോ. നല്ല ഷീപ്പ് ഇറക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇറക്കുന്നുണ്ട്. അവിടെ കുഴി അങ്ങനെ ട്രക്കൊക്കെ ചെയ്ത് കയറുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. എനിക്കുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ. ആളെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞേക്കാം. എങ്ങനെയുണ്ട് വെച്ചാൽ എങ്ങനെയൊക്കെ കയറിയിട്ട്? ഒരു രക്ഷയില്ല, പോളി എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ടോ ഈ പരിപാടി? മച്ചാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇറങ്ങണത്. വണ്ടിയിൽ ഇങ്ങനെ ചുറ്റാക്കെ കാറിൽ ചുറ്റാന്നുള്ള പരിപാടിയായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. നമ്മളെ വണ്ടി നിന്നോട്ട് എത്തി. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇനി തലശ്ശേരിക്കാണ്. നമ്മളിതാ പാൽച്ചുരം വാട്ടർഫാൾസ് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന അതേ ഓഫ് റോഡ് തന്നെയാണ്. അത് ഒപ്പം കയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു വാട്ടർഫാൾസ്. ഞങ്ങൾ അവിടുന്ന് ഫ്രഷായി. വെരി വെരി ഹാപ്പി. ആക്ച്വലി നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ വന്ന ആൾക്കാരാണ്. വെറുതെ പാൽച്ചുരം കണ്ട് പോകാന്നുള്ളത് തന്നെ. അങ്ങനെയാണ് ആ സൈഡിലുള്ള കടക്കാരൻ ഏട്ടൻ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഒരു വഴിയുണ്ട്, ജസ്റ്റ് പാൽച്ചുരം ബൈക്ക് പോവുകയൊക്കെ ചെയ്യും. ഇപ്പം സെറ്റപ്പ് ആക്കിയതാന്ന്. ശരി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ റെഡിയാക്കിയ റോഡാണിത്. ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. അപ്പം അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണിത്. അപ്പോൾ ആർക്കും ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും വരിക. കാറൊക്കെ വരുന്നതായിരിക്കും. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറുകളൊക്കെ വന്നോളും.
ഒന്ന് കുറച്ചും കൂടി ഉഷാറാവാണ്ട് എന്തായാലും ഉഷാറാക്കുന്നതായിരിക്കും. കൊറോണ വന്നത് കാരണമായിരിക്കണം ഇപ്പോൾ അതൊന്നും ഉഷാറില്ലാത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ്. ജസ്റ്റ് ചെറിയൊരു ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ സ്ഥലം ആക്കുക. കണ്ട നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് ഉഷാറായിരുന്നു, ഒരു രക്ഷയില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഷമീജിനെ കണ്ടു. ഷമീജ് നമുക്ക് കുറേ 2-3 സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. വന്ന വഴികൾ അടിപൊളിയായിരുന്നു, രസമുള്ളതായിരുന്നു. ഇപ്പോൾ ഈ ഒരു വഴിയും അടിപൊളിയാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. അപ്പം ഒരുപാട് ഹാപ്പിയാണ് ആക്ച്വലി ഈ ഒരു യാത്ര വന്നത്. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഗായ്സ്. ലൈക്കിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോഴേ നമ്മളെ വീഡിയോ മുകളിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് എന്തായാലും നമുക്കൊരു ലൈക്ക് തന്നേക്കണം കേട്ടോ. കണ്ടാ കഷ്ടപ്പെട്ട് ഓഫ് റോഡൊക്കെ ചെയ്ത് വരികയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ലൈക്ക് തന്നേക്കണം. അപ്പോൾ ഗൈസ് അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുവരെ ബൈ ബൈ.